അപ്പോൾ വളരെ സന്തോഷകരം ആണ്. ഇപ്പോൾ VD സതീശൻ്റെ പേരാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതേസമയം മറ്റ് ഇതിൽ ചർച്ചയിൽ വന്നിട്ടുള്ള KC ആവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, അവരൊന്നും ഒരു പ്രാപ്തിയില്ലാത്തവരാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകും. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ സാമ്പത്തികാവസ്ഥ വളരെ മോശമാണ് കേരളത്തിൻ്റെ. അപ്പോൾ ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത് ആ സാമ്പത്തികമായ പ്രതിസന്ധിയെ മറികടക്കാനുള്ള മാർഗങ്ങൾ ആരായുക എന്നുള്ളതാണ്. അതാണ് VD സതീശനടക്കം എല്ലാവരും വളരെ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വഴിയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അതായിരിക്കും നമ്മുടെ മുൻഗണന ഉള്ള കാര്യം. അത് കഴിഞ്ഞ് ഓരോ വകുപ്പിലും ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണമോ അതൊക്കെ ആലോചിച്ച് നല്ല രീതിയിൽ ഒരു ഭരണം ഞങ്ങൾ കാഴ്ചവെക്കും. ഞങ്ങൾ 5 വർഷത്തേക്കല്ല, ഇനി തുടർ ഭരണങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു ഗവൺമെൻറ്റാണ് രൂപം കൊള്ളാൻ പോകുന്നത്. ഈ ഘടകകക്ഷികളൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാഗത്ത് തീരുമാനം വന്നില്ല. അല്ല, നമ്മളങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വളരെ പേഴ്സണലായി ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അതെന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തുക? അങ്ങനെയില്ല. നമ്മൾ പറയാനുള്ളത് ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ പറഞ്ഞു. ഹൈക്കമാൻഡ് തന്നെ അവരുടെ ഇടയിലുള്ള പഴയ നേതാക്കന്മാർ, KPCC അധ്യക്ഷന്മാരോടും മുതിർന്ന നേതാക്കന്മാരോടും ഒക്കെ ചർച്ച ചെയ്ത് അന്തിമമായിട്ടാണ് അവർ VD സതീശൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്ത് നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുവോ അത് സ്വാഗതാർഹമാണ്. മറിച്ചായതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു തീരുമാനത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നവരല്ലല്ലോ ഘടകകക്ഷികൾ. MLA-മാരുടെ അഭിപ്രായത്തിനേക്കാൾ ജനവികാരത്തിന് മുൻഗണന കൊടുത്തു ഇപ്പോഴത്തെ തീരുമാനത്തിൽ എന്ന് തോന്നുന്നു. അല്ല, മൊത്തത്തിൽ എല്ലാ ആളുകളുടെയും ക്രോസ് സെക്ഷനുമായിട്ടാണല്ലോ ഹൈക്കമാൻഡ് ചർച്ച ചെയ്തത്. അപ്പോൾ അവർ ഏതൊക്കെ ഘടകങ്ങളെയാണ് മുഖവിലക്കെടുത്തത് എന്നുള്ളത് അവരുടെ വിവേചനാധികാരമായിരുന്നു. അതിലിതെല്ലാം വന്നിട്ടുണ്ടാവണം, എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ജനപിന്തുണയില്ല എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിന് യോഗ്യരല്ലാത്തവരാണ് എന്നോ ഒന്നും ഞങ്ങളൊന്നും എവിടെയും പറഞ്ഞിട്ടുമില്ല. ഈ നയിച്ചവർ തന്നെ തുടരട്ടെ എന്നുള്ള ഒരു നിലപാട് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് നേരത്തെ ഇങ്ങനെ പറഞ്ഞു. ഇല്ല, നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ചക്കെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിന്? നമ്മൾ നല്ലൊരു ശുഭമുഹൂർത്തത്തിലല്ലേ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഇന്നലെ എന്താ പറഞ്ഞത്, മെനഞ്ഞാത് എന്താ പറഞ്ഞതെന്നൊക്കെ ഇപ്പോൾ ഇനി ആ ജാതകം നോക്കേണ്ട സമയമല്ലല്ലോ. BJP പറയുന്നതിനൊക്കെ മറുപടി പറയാം. ആര് പറഞ്ഞാലും ഐക്യജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം ഇന്ന തീരുമാനം എടുക്കണമെന്നൊന്നും ലീഗ് ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ലീഗിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ പിന്നെ ലീഗ് പറയാതിരിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം നാളെ എന്താ ഉണ്ടാവേണ്ടത്? അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ഹൈക്കമാൻഡ്. ഇനി ഐക്യജനാധിപത്യ മുന്നണിയുടെ പാർട്ടി ലീഡറെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലേ? ഐക്യജനാധിപത്യ മുന്നണിയുടെ പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുമ്പോൾ മുസ്ലിം ലീഗ് മാറി നിൽക്കണമെന്ന് BJP പറഞ്ഞാൽ അവിടെ കേൾക്കാൻ പറ്റുമോ?
അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ലീഗ് അടക്കമുള്ളവർ ഒരുമിച്ചിരുന്നിട്ട് ഇനി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കും. പാർട്ടി ലീഡർ ഹൈക്കമാൻഡ് പറഞ്ഞതനുസരിച്ച് നമ്മളത് സ്വാഗതം ചെയ്ത് നമ്മുടെ പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കും. അതിനുശേഷമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പാർട്ടി ലീഡർ എന്നുള്ള നിലക്കാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഏതായാലും BJPൻ്റെ കൂടി അഭിപ്രായമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനകളുടെ അഭിപ്രായമോ ആരായാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് നയിച്ച സംഘടനകൾ ഏതാണ്, ആ സംഘടനകൾക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം. ഈ ഗ്രൂപ്പുകളെയാണല്ലോ ഈ വിഷയം ഇത്രയും ചർച്ച വഷളാക്കിയത്. അപ്പോൾ ഈ കാര്യം ലീഗ് കോൺഗ്രസ് ആയിട്ടുള്ള മീറ്റിംഗ് ചർച്ച ചെയ്യാനുള്ള ഒന്നും ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു എല്ലാ ചർച്ചകൾക്കും ശേഷം ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് ഇനി എന്ത് ചർച്ച ചെയ്യാനാണ് പറയുന്നത്? ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ആദ്യം പാർട്ടി ലീഡർമാർ അടക്കമുള്ള സത്യപ്രതിജ്ഞ ഉണ്ടാവും. അതിനുശേഷം ഓരോ പാർട്ടിയും അവരുടെ മന്ത്രിമാരെ തീരുമാനിക്കണം. ആ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടുത്ത ഘട്ടത്തിലുണ്ടാവും. അതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അതല്ലാതെ ഇനി പഴയതിലേക്ക് പോയിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ അതായത് 10 ദിവസം മുമ്പുള്ള ഇത് ഇനിയും 10 ദിവസം ചർച്ച ചെയ്യാനുള്ള സമയമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷം എത്രയും പെട്ടെന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ലല്ലോ, കുറച്ച് ദിവസം കൂടി കൊടുക്കാം നമുക്ക്. ഈ സാമുദായിക സംഘടനകളൊക്കെ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ലീഗിനായാലും മറ്റ് ഞങ്ങളതിനൊന്നും അതായത് BJPയുടെ പ്രതികരണം അല്ല വന്നത്. BJP നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരുന്നൊക്കെയുള്ള പ്രതികരണം പറഞ്ഞു. പക്ഷേ ഈ പ്രഖ്യാപനം നടത്തിയത് തൊട്ട് പിന്നാലെ സുകുമാരനാട് പ്രതികരണമാണ് ധ്രുവീകരണത്തിനും കൂടി കാരണമാവില്ല. അത് ശ്രദ്ധിക്കേണ്ടതല്ല. അല്ല, അപ്പോൾ അത് അവരവർ ശ്രദ്ധിച്ചാൽ പോരെ. ഞങ്ങൾക്ക് ഭരണത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇരുന്നു കൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകും. യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇല്ല, എന്തിനാണ് നമുക്കിപ്പോൾ ഓരോ ആളുകൾ പറയുന്നതിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് എന്ത് മറുപടി എന്നിൽ നിന്ന് വേണ്ടത്? ഞങ്ങൾ കീഴ്പ്പെട്ടു എന്നാണോ പറയേണ്ടത്, അല്ല കീഴ്പ്പെട്ടില്ല എന്നാണോ പറയേണ്ടത്? നേരത്തെ തന്നെ VD സതീശൻ ആവരുത് SNDP NSS പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വിരുദ്ധമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ നേതൃത്വമാണല്ലോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. അതവർ തീരുമാനിച്ചല്ലോ.